Sanil Perumthottath. ഏറ്റവും ഹോട്ടായ സ്റ്റോക്ക് മാർക്കറ്റ് IPO ഫിനാൻഷ്യൽ വാർത്തകൾ നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങളുടെ കമന്റുകൾ വളരെ വിലപ്പെട്ടതാണ്. RailTel കോർപ്പറേഷൻ്റെ IPO ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 16-ാം തീയതി ഫെബ്രുവരി 16-ാം തീയതി ഇഷ്യൂ ഓപ്പൺ ചെയ്യുന്നു. അതുപോലെ 18-ാം തീയതി ക്ലോസ് ചെയ്യുന്നു. ഇത് പബ്ലിക് സെക്ടർ കമ്പനിയാണ്. പൂർണ്ണമായിട്ടും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് റെയിൽവേസിൻ്റെ കീഴിൽ വരുന്ന ഒരു കമ്പനിയാണ് RailTel കോർപ്പറേഷൻ. അത് മിനി രത്ന എന്ന് പറയുന്ന കാറ്റഗറി 1-ൽ വരുന്ന ഒരു കമ്പനിയാണ്. മിനി രത്ന എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലെ PSU കമ്പനികൾക്ക് ഗവൺമെൻറ് നൽകി വരുന്ന ഒരു പദവിയാണ്. അതായത് തുടർച്ചയായ വർഷങ്ങളിൽ ലാഭം ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു പദവിയാണ് മിനി രത്ന എന്ന് പറയുന്നത്. ആ പദവി ലഭിച്ചിട്ടുള്ള ഒരു പബ്ലിക് സെക്ടർ കമ്പനിയാണ് RailTel എന്ന് പറയുന്നത്. റെയിൽവേയുടെ ആധുനികവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് 2000-ാം ആണ്ടിൽ, കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ 26-ാം തീയതി ഈ കമ്പനിക്ക് രൂപം കൊടുത്തത്. അതായത് റെയിൽവേ ട്രാക്ക് പോകുന്ന വഴിയിലെല്ലാം തന്നെ ഓപ്റ്റിക്കൽ ഫൈബർ കേബിള് ഇടുക, അതുവഴി മൾട്ടിമീഡിയ, ബ്രോഡ്ബാൻഡ് ഇതെല്ലാം നൽകുക. അങ്ങനെ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്ത് റെയിൽവേയെ മോഡേണൈസ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഈ കമ്പനിയുടെ രൂപീകരണം വഴി നടത്തിയിട്ടുള്ളത്. RailTel കോർപ്പറേഷൻ ഒരു മിനി രത്ന കമ്പനിയാണെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഇതൊരു PSU കമ്പനിയാണ്. അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന കമ്പനിയാണ്. 100% ഓഹരികളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൈവശമാണ്. അപ്പോൾ പ്രൊമോട്ടർ എന്ന് പറയുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രഖ്യാപിത നയമാണ് 2 ലക്ഷം കോടി രൂപ ഓഹരികൾ വിറ്റഴിക്കൽ വഴി സമാഹരിക്കണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ RailTel കോർപ്പറേഷൻ്റെ 8.7 കോടി ഓഹരികൾ ഗവൺമെൻറ് വിറ്റഴിക്കുകയാണ്. അതുവഴി 819 കോടി രൂപ സമാഹരിക്കാനായിട്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ട്. ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സിസ്റ്റങ്ങളിൽ ഒന്നാണല്ലോ. അപ്പോൾ ഇവർ അവിടെ എല്ലാം ഈ റെയിൽ പോയിരിക്കുന്നിടത്തെല്ലാം ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ കൂടി പോയിരിക്കുകയാണ്. അപ്പോൾ അതായത് ഏകദേശം ഇപ്പോൾ തന്നെ കഴിഞ്ഞ ജൂൺ മാസത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 55,000 കിലോമീറ്റേഴ്സ് ഓപ്റ്റിക്കൽ ഫൈബേഴ്സ് ലേ ചെയ്ത് കഴിഞ്ഞു. അതായത് 5677 റെയിൽവേ സ്റ്റേഷനുകൾ കവർ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ മൊത്തം പറയുകയാണെങ്കിൽ. അത് മാത്രമല്ല DWDM എന്ന് പറയുന്ന ടെക്നോളജി, അതായത് ട്രാൻസ്പോർട്ട് നെറ്റ്വർക്കിൽ അവർ പറയുന്നത് ഡെൻസ് വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ടെക്നോളജി, അത് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിലൂടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. അത് മാത്രമല്ല, റെയിൽവേക്ക് മാത്രമല്ല മറ്റ് കസ്റ്റമേഴ്സിന് കൂടി ഇതിൻ്റെ ഫെസിലിറ്റീസ്, ഇൻ്റർനെറ്റ് കണക്ഷൻ പോലെയുള്ള കാര്യങ്ങളെല്ലാം അവർ നൽകുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു MPLS എന്ന് പറയുന്ന ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ മൾട്ടി പ്രോട്ടോകോൾ ലേബൽ സ്വിച്ചിങ് എന്ന് പറയുന്ന സിസ്റ്റം, അതൊക്കെ ടെക്നിക്കൽ കാര്യങ്ങളാണ്, നമ്മൾ അറിയേണ്ട കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ അത്രയ്ക്ക് മോഡേൺ ആയിട്ടുള്ള സിസ്റ്റംസ് ആണ് കമ്പനി ഉപയോഗിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത്രയും പറഞ്ഞത്. RailTel കോർപ്പറേഷൻ്റെ സ്ട്രെങ്ത്തിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം റെയിൽവേ നെറ്റ്വർക്ക് പോയിരിക്കുന്നിടത്തെല്ലാം തന്നെ ഓപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്കും അവർക്കുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണിതെന്ന് നിസ്സംശയം പറയാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ വളരെ വൈവിധ്യങ്ങൾ നിറഞ്ഞ സർവീസസ് ആൻഡ് സൊല്യൂഷൻസ് ആണ് ഇവർക്കുള്ളത്. റെയിൽവേയുടെ പാർട്ട്ണറാണ്, റെയിൽവേയുടെ കീ പാർട്ട്ണർ എന്നുള്ള നിലയിൽ ഉള്ള സ്ട്രെങ്ത്. അത് കൂടാതെ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒത്തിരി പ്രോജക്ട്സ് നടപ്പിലാക്കുന്ന ഒരു കമ്പനിയാണ്. ഒത്തിരി പദ്ധതികൾ ഇനിയും നടപ്പിലാക്കാനായിട്ട് അവരുടെ കൈവശമുണ്ട്. പിന്നെ നമ്മൾ എക്കണോമിക്സ്, ഫിനാൻഷ്യൽ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ ട്രാക്ക് റെക്കോർഡ് ഏറ്റവും മികച്ച ഫിനാൻഷ്യൽ പെർഫോമൻസ് നടത്തുന്ന ഒരു കമ്പനി ആയതുകൊണ്ടാണല്ലോ ഈ മിനി രത്ന എന്ന് പറയുന്ന ഗവൺമെൻറ് ആ പദവി നൽകി കമ്പനിയെ ആദരിച്ചിട്ടുള്ളത്. അപ്പോൾ മിനി രത്ന പദവിയുള്ള കമ്പനിയായിട്ട് നിസ്സംശയം ഫിനാൻഷ്യൽ പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്രൊഫഷണലി മാനേജ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇത്. പിന്നെ സീനിയർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈ ഫീൽഡിൽ, അവരുടേതായ ഫീൽഡിൽ വളരെ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീമാണ് ഈ RailTel എന്ന് പറയുന്ന കമ്പനിയെ ഭരിക്കുന്നത്. കമ്പനിയുടെ സർവീസസ് നോക്കുകയാണെങ്കിൽ ടെലികോം മേഖലയിൽ വരുന്ന ഏറ്റവും മികച്ച സർവീസസ് എല്ലാം തന്നെയാണ്. ടെലികോം നെറ്റ്വർക്ക് സർവീസസ്, ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ സർവീസസ്, പിന്നെ മാനേജ് ഡാറ്റാ സെൻറ്റർ ഹോസ്റ്റിംഗ് സർവീസസ്, പ്രോജക്ട്സ്, സിസ്റ്റം ഇൻ്റഗ്രേഷൻ സർവീസസ്, ഇതെല്ലാം അവരുടെ ടെക്നിക്കലായ കാര്യങ്ങളാണ്. ഇതെല്ലാം അവരുടെ സർവീസസിൽ പെടുന്ന കാര്യങ്ങളാണ്.
കമ്പനിയുടെ പ്രധാന ഡാറ്റാ സെന്ററുകൾ പ്രവർത്തിക്കുന്ന ഗുരുഗ്രാമത്തിലാണ്, ഹരിയാനയിൽ. അത് കൂടാതെ തന്നെ തെലങ്കാനയിലുള്ള സെക്കൻഡരാബാദിൽ. ഈ 2 സ്ഥലത്താണ് കമ്പനിയുടെ പ്രധാന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. റെയിൽടെൽ കോർപ്പറേഷൻ ഒരു കോമ്പറ്റീറ്റർ ഇല്ല. അതൊരു പ്രത്യേകതയാണ്. ഈ കമ്പനിക്ക് കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയാനായിട്ട് ആരും തന്നെ ഇല്ലാത്തത് ഒരു നല്ല കാര്യമാണ്. മാത്രമല്ല, അതിപ്പോൾ നമുക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡസ്ട്രി PE എന്ന് പറയുന്ന മറ്റ് കമ്പനികളുടെയുമായിട്ട് താരതമ്യം ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഇതൊരു മൊണോപ്പൊളിയാണ്, ഒരു കുത്തകയാണ് എന്നുള്ളത് വളരെ നല്ല ഒരു കാര്യമായിട്ട് ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള നിലയിൽ നമുക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ EPS പറയുകയാണെങ്കിൽ 4.40 കാണുന്നത്. PE റേഷ്യോ നോക്കുമ്പോൾ 21.13, 21.36 അങ്ങനെയാണ് PE റേഷ്യോ കാണുന്നത്. നമുക്കത് മറ്റ് ഇൻഡസ്ട്രിയലിലെ മറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ടല്ലോ, ടെലികോം മേഖല, അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് വേറൊരു ലെവലിലുള്ള ഒരു കമ്പനി ആയതുകൊണ്ടാണ്. പിന്നെ റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് എന്ന് പറയുന്ന RONW എന്ന് പറയുന്നത് 10.3 ആണ്. അതൊരു ഡബിൾ ഡിജിറ്റിൽ കാണുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. 10.3% എന്ന് പറയുന്നത്. പിന്നെ NAV പറയുന്നത് 42.67 ആണ് ഷെയറിന് പറയുന്നത്. ഇനി റെയിൽടെൽ കോർപ്പറേഷൻ്റെ ഫിനാൻഷ്യൽസിലേക്ക് വരാം. മിനിരത്ന കമ്പനിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ നമുക്ക് ഒരു നല്ല പ്രതീക്ഷയാണുള്ളത്. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് ആണ് കമ്പനി കാഴ്ചവെച്ചിട്ടുള്ളത്. കഴിഞ്ഞ 3 വർഷത്തെ കണക്കുകളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 2018, 19, 20. റവന്യൂ 1021 എന്നുള്ള 2018 ഈ കഴിഞ്ഞ വർഷം 1166 കോടി ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നെറ്റ് ഇൻകം പറയുകയാണെങ്കിൽ 2018 134 കോടിയായിരുന്നത് ഈ കഴിഞ്ഞ വർഷം 141 കോടിയായിട്ട് അതിൻ്റെ ഇൻകം വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. ഈ കഴിഞ്ഞ വർഷം നെറ്റ് മാർജിൻ, അതിൻ്റെ പ്രോഫിറ്റിൻ്റെ മാർജിൻ 12.1% ഒരു ചെറിയ നേരിയൊരു കുറവ് കാണുന്നത് കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെയിൽവേയുടെ കാര്യത്തിലും എല്ലാം സംഭവിച്ചിട്ടുള്ള പോലെ തന്നെ ഇതിലും വന്നിട്ടുള്ള ഒരു ചെറിയ കുറവാണ്. അല്ലാതെ വേറെ യാതൊരു കുഴപ്പവും ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കാണുന്നില്ല എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി കമ്പനിയുടെ IPO ഡീറ്റെയിൽസിലേക്ക് നമുക്ക് എളുപ്പത്തിലൊന്ന് പോയി വരാം. 16-ാം തീയതി മുതൽ 18-ാം തീയതി വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത് നമുക്കറിയാം. പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത് 93 രൂപ, 94 രൂപ എന്നുള്ളതാണ് പ്രൈസ് ബാൻഡ്. അപ്പോൾ 94 റുപ്പീസ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ കട്ട് ഓഫ് പ്രൈസ് എന്ന് പറയുന്നത്. കട്ട് ഓഫ് പ്രൈസ് 94 റുപ്പീസ്. ഫ്രഷ് ഷെയർസ് എന്ന് പറയുന്നത് നില്ലെന്ന് ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയാണ് കമ്പനി 100%. അപ്പോൾ 100% ഗവൺമെൻറ്റിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് അതിൽ നിന്ന് ഗവൺമെൻറ് വിറ്റഴിക്കുകയാണ്. അപ്പോൾ ഓഫർ ഫോർ സെയിൽ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. 8,71,53,369 ഓഹരികളാണ് കമ്പനി വിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വിറ്റ് കിട്ടുന്നത് ഇപ്പോൾ കട്ട് ഓഫ് പ്രൈസ് വെച്ചിട്ട് കണക്കാക്കുകയാണെങ്കിൽ 819.24 കോടി രൂപ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രഖ്യാപിത നയമാണ് ഓഹരികൾ വിറ്റഴിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവഴി റെയിൽടെൽ എന്ന് പറയുന്ന ഈ കമ്പനിയുടെ ഓഹരികൾ ഇത്രയും വിറ്റഴിച്ച് 819.24 കോടി രൂപ കിട്ടുന്നത് കമ്പനിയുടെ ഫണ്ടിലേക്കല്ല പോകുന്നതെന്നും മറിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിലേക്കാണ് പോകുന്നതെന്നും പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇത് ഓഹരികൾ വിറ്റഴിക്കൽ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു നയമാണ്. അത് അവരുടെ ഫണ്ട് രൂപീകരണത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ കമ്പനിയുടെ കുറച്ച് ഓഹരികൾ വിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കമ്പനിയുടെ ഫണ്ടിലേക്കല്ല വരുന്നത്, മറിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് എന്താണ് ഗുണം? നമുക്കത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനകത്തില്ല എന്നൊക്കെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം ഇതൊരു ഡെറ്റ് ഫ്രീ കമ്പനിയാണ്, കടം ഒട്ടും ഇല്ലാത്തൊരു കമ്പനിയാണെന്ന് മാത്രമല്ല 2008 മുതൽ നിരന്തരമായിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ലാഭവിഹിതം കൊടുത്തുകൊണ്ടിരിക്കുന്നതും കടം ഒട്ടുമില്ലാത്തതുമായ നല്ല ഒരു മിനിരത്ന കമ്പനിയുടെ ഉടമസ്ഥതയിലേക്ക് നമുക്കൊരു പങ്കാളിത്തം കിട്ടുകയാണ്. അതിൻ്റെ ഒരു പങ്കാളിയാവാനുള്ള അവസരമാണ് ഗവൺമെൻറ് നമുക്ക് നൽകിയിരിക്കുന്നത്, അവർ കുറച്ച് ഓഹരികൾ വിറ്റഴിച്ചുകൊണ്ട്. അപ്പോൾ ഈ ഒരു അവസരം നമ്മൾ മുതലെടുക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഇതിന് എത്രയാണ് മിനിമം അലോട്ട്മെൻ്റ് എന്ന് ചോദിച്ചാൽ, മിനിമം അപേക്ഷിക്കേണ്ടത്, മിനിമം ലോട്ട് എന്ന് ചോദിച്ചാൽ 155 ഓഹരികളാണ് മിനിമം അപേക്ഷിക്കേണ്ടത്. അതിൻ്റെ ഗുണിതങ്ങളാണ് അപേക്ഷിക്കാവുന്നത്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് 35% ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. 10 രൂപയാണ് ഫേസ് വാല്യൂ. NSE-യിലും BSE-യിലും
ഈ ഷെയർ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ അലോട്ട്മെന്റ് ഡേറ്റും ലിസ്റ്റിംഗ് ഡേറ്റും ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. ഞാനിത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അലോട്ട്മെന്റ് ഡേറ്റ് അറിവായിട്ടില്ലെങ്കിൽ പോലും 23rd ഫെബ്രുവരി 23-ാം തീയതി ആയിരിക്കും അലോട്ട്മെന്റ് എന്ന് കേൾക്കുന്നു. അതുപോലെ തന്നെ ലിസ്റ്റിംഗ് വരുന്നത് മാർച്ച് 1-ാം തീയതി ആയിരിക്കും ഈ കമ്പനി NSE-യിലും BSE-യിലും ലിസ്റ്റ് ചെയ്യുന്നത് എന്നും വാർത്ത കേൾക്കുന്നുണ്ട്. പക്ഷേ അത് കൺഫേംഡ് ആയിട്ടില്ല. നിങ്ങൾ എന്തായാലും ആ ഡേറ്റുകൾ ഒന്ന് വാച്ച് ചെയ്യുന്നത് നന്നായിരിക്കും. ഈ ഇഷ്യൂവിൻ്റെ ലീഡ് മാനേജേഴ്സ് എന്ന് പറയുന്നത് ICICI സെക്യൂരിറ്റീസ് ലിമിറ്റഡ്, IDBI ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് സെക്യൂരിറ്റീസ് ലിമിറ്റഡ്, SBI ക്യാപിറ്റൽ മാർക്കറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികളാണ്. അതുപോലെ തന്നെ രജിസ്ട്രാർ ടു ദ ഇഷ്യൂ എന്ന് പറയുന്നത് KFin ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. റെയിൽടെൽ കോർപ്പറേഷൻ്റെ IPO കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ധാരാളം IPOകൾ വന്നുകൊണ്ടിരിക്കുന്നു, ഒരുപാട് ഫിനാൻഷ്യൽ വർത്തമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ആദ്യമേ അറിയുന്നതിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തേണ്ടത് ആവശ്യമാണ്. നന്ദി, നമസ്കാരം.